ചേച്ചി, ഡൽഹി ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വലിയ പ്രചരണമാണ് നടത്തിയത്. ഞാൻ വിചാരിച്ചു ഒരു 10 സീറ്റെങ്കിലും നേടുമെന്ന്. പക്ഷേ മുൻപുള്ള പോലെ തന്നെ 0-ൽ എത്തി നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ? സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുകയാണ്. ചില ചാനലുകളിലെ വനിതാ സിംഗിടികൾ, കോൺഗ്രസ് അനുകൂല സിംഗിടികൾ സത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിനെ തോറ്റു എന്ന് പറയാൻ മടിച്ച് കോൺഗ്രസിന്റെ വോട്ടിംഗ് ഷെയർ കൂടിയിട്ടുണ്ടെന്നൊക്കെ വലിയ വർത്താനം പറയുമ്പോൾ തോൽവി നമ്മൾ അംഗീകരിച്ച് മതിയാകും. ഇപ്പോൾ നേരത്തെ ഒരു വാർത്തയിൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഓടി പട്ടായയിലേക്ക് പോയി കാണും. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാകുമെന്നുള്ളത്. സത്യത്തിൽ സോണിയാഗാന്ധിയുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ മേൽനോട്ടം ഞാൻ നോക്കിക്കോളാം, ഇന്ത്യയിലെ കോൺഗ്രസിനെ വളർത്താൻ എനിക്കപ്പുറം എൻ്റെ മക്കൾക്കപ്പുറം മറ്റാരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ആധിപത്യം കൈക്കലാക്കി വച്ചിരിക്കുന്ന നെഹ്റു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഒരു വാഴ്ചയുടെ അവസാനം എന്ന് തന്നെ നമുക്ക് പറയാം. കുടുംബ വാഴ്ചയൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഒരു പരിധിക്കപ്പുറം നിലനിൽക്കില്ല എന്നുള്ളതാണ്. യുവാക്കൾ വരട്ടെ. ഇപ്പോൾ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയും ഷാഫി പറമ്പിനെ പോലെയും ശബരിനാഥിനെ പോലെയും വിഷ്ണുനാഥിനെ പോലെയും ഒക്കെ ഒരുപാട് പേർ കോൺഗ്രസിലുണ്ട്. യുവതലമുറകളുണ്ട്. യുവത്വം വരട്ടെ. അല്ലെങ്കിൽ ബുദ്ധിയും മൂളയും തലയ്ക്കകത്ത് താമസവുമുള്ള ആരെങ്കിലും ഒക്കെ കോൺഗ്രസിൽ വന്ന് അവർ കോൺഗ്രസിനെ നന്നാക്കാൻ ശ്രമിക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ ഈ മല്ലികാർജുൻ ഖാർഗെ പോലുള്ളവരെ കോൺഗ്രസിൽ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തുടർച്ചയായി തന്നെ പരാജയപ്പെടുന്നു. ഹരിയാനയിൽ പരാജയപ്പെട്ടു, മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു, ഇപ്പോൾ ഡൽഹിയിലും പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇനി വിമർശനം ശക്തമാകാനുള്ള സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പുറമേ പറയുന്നില്ല എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പലരും ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ അധ്യക്ഷ പദവിയിലേക്ക് പോലും വരാത്തത്. അവിടെ രാഹുൽ ഇരുന്നാൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയം പലതവണ നമ്മൾ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് മല്ലികാർജുൻ ഖാർഗെ കൊണ്ടുവച്ചത്. മല്ലികാർജുൻ ഖാർഗെ എന്തുണ്ടാക്കി? ഒരു ചുക്കും ഉണ്ടാക്കിയില്ല മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് BJPയും മോദിയെയും കുറ്റം പറയാനല്ലാതെ കുറെ പണം അടിച്ചു മാറ്റാനല്ലാതെ മല്ലികാർജുൻ ഖാർഗെയൊക്കെ കൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിന് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത്. കാരണം പിടിച്ചു നിൽക്കാനോ നിയന്ത്രിക്കാനോ നേർവഴിക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനോ തന്ത്രങ്ങൾ മെനയാനോ അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിപ്പിക്കാനോ ഇവിടെ കോൺഗ്രസിനെ നയിക്കാൻ ഒരു നേതാവില്ല. നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? കോൺഗ്രസിനെ നയിക്കാൻ ഇവിടെ ഒരു നേതാവില്ല. KC വേണുഗോപാൽ കളിക്കുന്ന എന്തിനാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിനാണ് ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ അടിച്ചു തലക്കാരനായി KC വേണുഗോപാൽ നിൽക്കുന്നത്. അല്ലാതെ KCയെ കൊണ്ട് എന്താണ് പ്രയോജനം? ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴ കോൺഗ്രസിന്റെ കോട്ടയായതുകൊണ്ട് കോൺഗ്രസ് ജയിക്കും അവിടെ. തീർച്ചയാണത്. അതിലിനി ഒരു മാറ്റവുമില്ല. അവിടെ 5 വോട്ട് നേടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ച് KC വേണുഗോപാൽ ഇങ്ങനെ തേരാപ്പാറ നടക്കുകയാണ്. മറുഭാഗത്ത് നായന്മാരുടെ പോപ്പായ സുകുമാരൻ നായരുടെ അടുത്ത് പോയി ചെന്നിത്തല കുമ്പിട്ട് നിൽക്കുകയാണ്, എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. ഇപ്പുറത്ത് VD സതീശൻ ചെന്നിത്തലയും KCയും അലർത്തിയടിച്ചിട്ട് എങ്ങനെ കയറാമെന്ന് പറഞ്ഞ് നടക്കുന്നു. ഇനി സുധാകരൻ എങ്ങനെയാണ് പയറ്റാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം RSSനകത്തൊക്കെ കാവൽ നിന്ന ആളാണ് സുധാകരൻ. അപ്പോൾ എന്താണ് സുധാകരന്റെ നീക്കം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത കാര്യമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് വീണ്ടും അദ്ദേഹം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് എന്നുള്ളത്. 27 വർഷം തങ്ങൾക്ക് അകലെ നിന്ന ഒരു തലസ്ഥാനം തിരിച്ചു പിടിക്കാൻ BJP കാണിച്ച പ്രയത്നം 15 വർഷം കൈവിട്ടു പോയ കോൺഗ്രസ് അത് കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പല സഖ്യകക്ഷികളും ഇപ്പോൾ കോൺഗ്രസിനെതിരെ AAPക്കെതിരെ വന്നിരിക്കുകയാണ്. കാരണം ഇവർ തമ്മിലടിച്ചതാണ് BJPയുടെ വിജയത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും AAP ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അവർ രണ്ടായി പിരിഞ്ഞാണ് മത്സരിച്ചത്. തീർച്ചയായിട്ടും കെജ്രിവാളിന് മനസ്സിലായിട്ടുണ്ട്. കെജ്രിവാളിന്റെ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ തങ്ങളുടെ ഭാവി അപകടത്തിലാകും, തങ്ങളുടെ ഭാവിക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കെജ്രിവാളിന് തന്നെ വന്നു. ഇപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയില്ലാതെ അഴിമതിയെ തുടച്ചു നിൽക്കാൻ ചൂലുമായി വന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഒരാൾ കെജ്രിവാളായിരിക്കും. കെജ്രിവാൾ അത്രത്തോളമാണ് ഒരു പക്ഷേ ഡൽഹിയിലെ പല സൗജന്യ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെജ്രിവാളിന് സാധിച്ചെങ്കിൽ പോലും
പോലും എന്താണ് കെജ്രിവാൾ ഡൽഹിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് പറയാനേ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ പിന്നെ നട്ടും പൊട്ടും ഒക്കെ ഊരിക്കൊണ്ട് BJP പോയിരിക്കുകയാണ്, കോൺഗ്രസിൻ്റെയും ആപ്പിൻ്റെയും ഒക്കെ. ഇനി ആപ്പ് ജയിക്കുമെന്ന് പറഞ്ഞവർക്കൊക്കെ ഇരുന്ന് കോല് കളിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വേറൊന്നും ഈ അവസരത്തിൽ എന്താ പറയുക, ഒരു പിന്നെ മൗന പ്രാർത്ഥന പോലും നടത്താൻ ആളില്ല. ആ തരത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പൂത്ത ലഡുവെല്ലാം വാങ്ങിച്ചു കഴിച്ച് എല്ലാണോ കക്കൂസിലാണോ എന്ന് അറിയില്ല. കാരണം മുഖം പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, കാണിച്ചാൽ തീർന്നില്ലേ. എൻ്റെ വിഷയം അതല്ല. ഞാൻ പറയാൻ പോകുന്നത്, ഈ തോൽവി ആഘോഷിക്കുന്നവരുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മൾ തോൽവിയിലൂടെയാണ് ജയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് തോൽവി ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ തോൽവി ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ഇനി നോക്കിയാൽ മതി. കോൺഗ്രസിനെയൊക്കെ നീയൊക്കെ പോടാ, എനിക്കിതൊന്നും പുത്തരിയല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ തോൽവി എന്നൊരു പുത്തരിയല്ല. 2014 ശേഷം അദ്ദേഹം തോൽവി അറിഞ്ഞ് ആ തോൽവിയിൽ ഒരു മധുരം കണ്ടെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. മോദി അധികാരത്തിൽ വന്ന അന്ന് മുതൽ രാഹുലിന്റെ നട്ട് ഊരിക്കൊണ്ടിരിക്കുകയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ അത് ഊരി നട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ 5% വോട്ടിംഗ് ഷെയർ കോൺഗ്രസിൻ്റെത്. ഈ മുട്ടയും വാങ്ങിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ, വെറുപ്പിൻ്റെ ഫാക്ടറിയിലേക്ക് ആളുകൾ ഓടുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, വെറുപ്പിന് ആളുകൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ആ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മതി ഞങ്ങൾക്ക്. സ്നേഹത്തിന്റെ കട വർഷങ്ങളായി തന്നെ ഇന്ത്യയിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഗുണം ജനങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് വെറുപ്പെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്നത്. അല്ല, സ്നേഹത്തിന്റെ കടയിലെ പഞ്ചസാരയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് പിന്നെ പൂത്തു തുടങ്ങിക്കാണ്. വർഷങ്ങളായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, വിറ്റുപോകാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. വേറെ വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇല്ല. അപ്പോൾ പിന്നെ കട പൂട്ടാനും കഴിയില്ല. പൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടിലേക്കും കൊണ്ടെത്തിക്കും. അപ്പോൾ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യണം, എന്നാലൊട്ട് ഇല്ലേയും താരും. അതാണിപ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ദയനീയമായ ഒരു വലിയ തോൽവി തന്നെയാണ് കോൺഗ്രസിനെ നമുക്ക് ആം ആദ്മി പാർട്ടി ഒക്കെ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അഴിമതിയുടെ ഒരു വലിയ രീതിയിലുള്ള കറ അവരുടെ മുഴുവൻ മേൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഡൽഹിയിലെ ജനങ്ങൾ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കൂടെ കൂടിയാൽ ആ പാർട്ടി തകരുമെന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കുമോ ഒരു പരാജയം സംഭവിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും സഖ്യം ചേർന്ന് മത്സരിച്ചു. അന്ന് 7 സീറ്റും AAPയും കോൺഗ്രസ് ഒരുമിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യത്തിൽ ചേർന്നത് കൊണ്ടായിരിക്കുമോ ഈ പരാജയം സംഭവിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കൂടെ ആര് നിൽക്കുന്നു അവർക്ക് പരാജയം ഉറപ്പാണ്. കാരണം വികസനം കൊണ്ടുവരാത്ത, രാജ്യത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പോരാടണമെന്ന് പറയുന്ന, നമ്മളൊക്കെ രാജ്യസ്നേഹികളാണ്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഭരിച്ചാലും ആ രാജ്യത്തെ ഉപ്പൻ ചോറ് തിന്നിട്ട് ആ രാജ്യത്തിനെതിരെ പോരാടണമെന്ന് പറയുന്ന ഒരു നേതാവിനെ ആരെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകുമോ? രാഹുൽ ഗാന്ധിയുടെ മാനസിക നിലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നിരന്തരമായ തോൽവിയിലൂടെ എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പലപ്പോഴും ഈ എന്താ പറയുക, സ്വബോധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി രാഹുലിനും സോണിയാഗാന്ധിക്കും ഒന്നും ഒരു നിലനിൽപ്പില്ല. അതിന് നിങ്ങൾ തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അത് BJP വിചാരിക്കണം.